ആറാം തമ്പുരാനെ പോലൊരു ചിത്രം മലയാളത്തിലുണ്ടാകുമോ? ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് രേവതി കലാമന്ദർ നിർമ്മിച്ച ചിത്രമായിരുന്നു ആറാം തമ്പുരാൻ. ആറാം തമ്പുരാനെ നമ്മൾ കാണുമ്പം ലാലേട്ടൻ്റെ മുഖം നമുക്ക് ഓർമ്മ വരും. ആ മീശയൊക്കെ പിരിച്ച് ലാലേട്ടൻ വരുന്ന ഒരു വരവുണ്ട്, ഒരു ഒന്നൊന്നര വരവ് അല്ലേ. അതുപോലെ തന്നെ മഞ്ജു വാര്യരും ലാലേട്ടനും തമ്മിലുള്ള കോംബോ നമ്മളെ അതിശയിപ്പിക്കുമാർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗിലൊന്ന് ആ സിനിമയിലെ തന്നെ ഡയലോഗാണ്. അതൊക്കെ തന്നെയാണ് ആറാം തമ്പുരാനെ അത്രമേൽ പ്രിയപ്പെട്ടവനാക്കുന്നത്. അങ്ങനെ ആറാം തമ്പുരാന് ശേഷം മറ്റൊരു ഏഴാം തമ്പുരാൻ പിറക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പം നോക്കിക്കാണുന്നത്. അതിന് വേറെ ഒന്നുമില്ല, കാരണം ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് ലാലേട്ടൻ പങ്കുവച്ചു. മീശയൊക്കെ ഷൈവൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എന്താ ലുക്കല്ലേ, ലാലേട്ടൻ താടി പഠിക്കാൻ പറ്റില്ല, ലാലേട്ടൻ്റെ താടി പഠിച്ചു കഴിഞ്ഞാൽ അതിഭീകരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ നെഞ്ചത്തിൽ കൊട്ടിക്കൊണ്ടാണ് ലാലേട്ടൻ താടി പഠിക്കുന്നത്. പഠിച്ചു കണ്ടപ്പം മിക്കവാറും എല്ലാവരും കിളി പോയി. കാരണം ലാലേട്ടനെ ആറാം തമ്പുരാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ആറാം തമ്പുരാൻ സ്റ്റൈല് തന്നെയാണ് ലാലേട്ടനെ ഇപ്പോഴും കാണാൻ. മുഖത്ത് പാവം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞവർ എവിടെയോ പോയി ഒളിച്ചു. അവർ ഓടിയ ഭാഗത്തൊന്നും പുല്ല് പോലും കിളിച്ചില്ല എന്നാണ് പലരും പറയുന്നത്. ഏതായാലും ലാലേട്ടൻ ആ ലുക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആറാം തമ്പുരാൻ പോലെ ഒരു ചിത്രം മലയാളത്തിന് ഇനിയും പിറക്കുമോ എന്നറിയാൻ വേണ്ടിയാണ്. ലാലേട്ടൻ മീശ പിടിച്ചത്, താടി പിടിച്ചത് തരുൺമൂർത്തിയുടെ ചിത്രത്തിന് വേണ്ടിയാണ്. അതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. അതിനകത്ത് മാസ് രംഗങ്ങൾ, ആക്ഷൻ രംഗങ്ങളൊക്കെ ഒരുപക്ഷെ കാണുമായിരിക്കും അല്ലേ. തരുൺമൂർത്തിയുടെ ചിത്രമല്ലേ, തരുൺമൂർത്തി എപ്പോഴും നമ്മളെ പറഞ്ഞ് പറ്റിക്കും. തുടരി എന്ന ചിത്രം വരുമ്പോൾ ഒരു കുടുംബചിത്രം എന്ന ലെവലിലായിരുന്നു തുടങ്ങിയത് തന്നെ. പക്ഷെ പടം കണ്ടപ്പോഴോ മാഫിൻ്റെ അങ്ങേയറ്റം ലാലേട്ടൻ്റെ ചാട്ടം, ആക്ഷൻ എന്ന് വേണ്ട എല്ലാവിധ ലാലേട്ടൻ മാനറിസങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ചിത്രം നമ്മുടെ മുമ്പ് പ്രത്യക്ഷപ്പെട്ടത്. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ എങ്ങനെ കാണണം എന്നാഗ്രഹിച്ച ഒരു കംപ്ലീറ്റ് പാക്കേജായിരുന്നു തുടരും എന്ന ചിത്രം. തുടരും എന്ന ചിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒന്നും അതിനെപ്പറ്റി വിമർശിക്കാനില്ല എന്നുള്ളതാണ്. അതുപോലൊരു ചിത്രത്തിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ് തരുൺമൂർത്തി ടീം. അപ്പം ലാലേട്ടനെ വേണ്ടി എന്തു മാജിക്കാണ് അവർ കാത്തു വെച്ചേക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ലവ് ലാജൻ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഒരു ആറാം തമ്പുരാൻ സ്റ്റൈൽ പോലീസ് ഓഫീസറുടെ കഥയാണോ തരുൺമൂർത്തി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പടം കണ്ടതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. കാരണം അനേക സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചാണ് തരുൺമൂർത്തി അടുത്ത ചിത്രവുമായിട്ട് നമ്മുടെ മുമ്പ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അതിനുശേഷം ലാലേട്ടൻ അഭിനയിക്കുന്ന ചിത്രം ഗോകുല മൂവീസിൻ്റെ ചിത്രം, വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന ചിത്രം, അതും ഈ ലുക്കിലാണ്. എല്ലാവരും ഒരു ഏഴാം തമ്പുരാനെ തന്നെ പ്രതീക്ഷിക്കുമ്പോൾ വിഷ്ണു മോഹൻ ഇങ്ങനെ ഒരു ലാലേട്ടനെയാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇനിയും സോഷ്യൽ മീഡിയ നോക്കി കാണുന്നവരെല്ലാം തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മലയാള പ്രേക്ഷകർ ഇങ്ങനെയൊരു ലുക്ക്, ഒരു തമ്പുരാൻ ലുക്കിൽ ലാലേട്ടനെ കാണാൻ വേണ്ടി ഒത്തിരി കാത്തിരിക്കുന്നു എന്ന് തന്നെ ഈ പോസ്റ്റർ കണ്ടപ്പം തന്നെ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ഏഴാം തമ്പുരാൻ, അത് കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ലാലേട്ട എന്നറിയാൻ വേണ്ടി. മറ്റൊരു ചിത്രത്തെ പറ്റി പറഞ്ഞു കേൾക്കുന്നത് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ ചിത്രമാണ്. ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ, ലാലേട്ടൻ ടീം ഒന്നിക്കുമ്പം ഒരു പുതുമയുള്ള കഥ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മകേഷിൻ്റെ പ്രതികാരവും തൊണ്ടി മുതൽ ദൃക്സാക്ഷിയും ജോജിയൊക്കെ തന്ന ആ ടീം അവർ ലാലേട്ടനുമായിട്ട് ഒന്നിക്കുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയിലാണ്. പലപ്പോഴും അവർ നമ്മളുടെ പ്രതീക്ഷകളെയൊക്കെ തെറ്റിക്കുന്നത്. ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ പല പടങ്ങളുമാണ് അവർ തന്നിരിക്കുന്നത്. അതുപോലൊരു ലാലേട്ടൻ ആണോ ഇവർ അവതരിപ്പിക്കാനിരിക്കുന്നത് എന്നറിയില്ല. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും ദിലീഷ് പോത്തൻ്റെ ചിത്രത്തിന് വേണ്ടിയുള്ള ലാലേട്ടൻ ലുക്കാണോ ഇതും എന്ന് സംശയമുണ്ട്. ഏതായാലും ലാലേട്ടൻ പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. വളരെ നാളിന് ശേഷം താടിയൊക്കെ വിളിച്ച് ലാലേട്ടൻ
ഒരു തമ്പുരാൻ ലുക്കിലൊക്കെ വന്നപ്പം എന്താ സന്തോഷം. അത് സോഷ്യൽ മീഡിയയിൽ ആകെപ്പാടെ കാണാനും ഉണ്ട്. കാരണം അടുത്തിടയിൽ വൈറലായ ചിത്രങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ ലാലേട്ടൻ ചിത്രങ്ങളാകാം. താടി പഠിച്ചപ്പോഴും അതും വൈറലായി. ഇപ്പോൾ ദേ ദുബായ് മുണ്ടും ഒക്കെ ഉടുത്ത് ഒരു തമ്പുരാൻ ലുക്ക് വന്നപ്പം അതും വൈറലാകും. സോഷ്യൽ മീഡിയ കത്തിക്കുകയാണ് ലാലേട്ടൻ. ഇനി ഇങ്ങനൊരു പടവും കൂടെ വന്നാൽ പിന്നെ പറയാനുമില്ല. കാത്തിരിക്കാം ലാലേട്ടൻ്റെ ഇങ്ങനെയുള്ള ലുക്കിന് വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.